ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് കരിമീൻ പൊള്ളിച്ചതോ ഫിഷ് പൊള്ളിച്ചതോ ഒന്നുമല്ല ഗായ്സ്. കണ്ടല്ലോ, കത്രിക്ക പൊള്ളിച്ചത്. കത്രിക്ക കട്ട് ചെയ്ത് മസാല ഇടണം. അപ്പം അതിനുള്ള മസാലയാണ്. അതും ഉലുവാപ്പൊടി, ചില്ലി പൗഡർ, ഉപ്പ്, ജീരകപ്പൊടി, പെപ്പർ പൊടി, പിന്നെ പുളിയാണ്. കണ്ടല്ലോ, ഇത്രയും കനമുള്ള പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. തിന്നല്ല, കുറച്ച് തിക്കായിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ സൂപ്പർ വെജിറ്റേറിയൻ ഓപ്ഷനാണ് ഇത്. കിടിലമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പുളി ഒഴിക്കുക, എന്നിട്ട് ചില്ലി പൗഡർ ഇടുക, എന്നിട്ട് ഫെനുഗ്രിക് പൗഡർ ഇടുക, എന്നിട്ട് പെപ്പർ പൗഡർ ഇടുക, ക്യുമിൻ പൗഡർ ഇടുക, ഉപ്പ് ഇടുക, എന്നിട്ട് മാരിനേറ്റ് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. മസാലയുടെ കത്തിരിക്കുക. വഴുതന എടുത്തിട്ട് നമ്മൾ 15 മിനിറ്റോളം വെളിച്ചെണ്ണയിൽ തവയിലിട്ട് ഗ്രില്ലി എടുക്കുക, കടുക് ഇടുക, കരിവേപ്പില ഇടുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, പിന്നെ ഓണിയൻ, ചോപ്പ് ചെയ്ത ഓണിയൻ ഇട്ട് സോട്ട് ചെയ്യുക. ഒരു 15 മിനിറ്റോളം സ്ലോ ഫയറിൽ സോട്ട് ചെയ്യുക. എന്നിട്ട് കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഇട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ചെറിയ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ഇടുക. അതിനെ ഒന്ന് സോട്ട് ചെയ്യുക. ഇപ്പം ഇത് പൊള്ളിച്ച മസാലയാണ്. എന്നിട്ട് അത് സോട്ട് ചെയ്യുന്ന ശകലം വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഒരു 15 മിനിറ്റോളം ലാസ്റ്റ് 2 സ്പൂണ് തേങ്ങാപ്പാൽ ഒഴിച്ച് അതിനെ പറ്റിക്കുക. പറ്റിച്ചതിന് നല്ല ഉണ്ടല്ലോ, പറ്റിച്ചതിന് ശേഷം ആ പീസ് ഫ്രൈ ചെയ്ത ആ വഴുതന പീസ് എടുത്തിട്ട് നമ്മൾ ഇടുന്നു, അതിനെ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുന്നു. കാര്യം നല്ലല്ലോ, ഒരു വാഴയിലെടുക്കുക, വാട്ട്, എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ പൊള്ളിക്കുന്നു. ഒരു 5 മിനിറ്റോളം ഒന്ന് പൊള്ളിക്കുന്നു. 10 മിനിറ്റ് മതി. പൊള്ളിച്ചതിന് ശേഷം നമ്മൾ കണ്ടില്ല, ആ ഇല തുറന്നപ്പോൾ തന്നെ കിടിലമാണ്. വേറെ ഒന്നും പറയാം. ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഗസ്റ്റാണ് ടേസ്റ്റ് ചെയ്യുന്നത്.